ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാൻ നമ്മുടെ പഴുത്ത പഴം വെച്ച് നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് തോലൊക്കെ കറുത്ത നല്ല പഴം 3 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പഴക്കലരും കളയല്ലേ ചെയ്യുക. ഞാനിത് വെച്ചൊരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വെള്ളം കൂട്ടിയിട്ടൊന്നല്ല നന്നായിട്ട് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഞാനൊരു കട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശർക്കര പാനിയാണ് ഞാൻ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അരച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു കല്ലോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പം നിങ്ങൾക്ക് മൈദ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മളൊരു സൂത്രത്തിലേക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് നല്ലൊരു അടിപൊളി ടേസ്റ്റും കൂടി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക, നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ. ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ബീറ്റർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നന്നായി ഒന്ന് നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സോഡപ്പൊടി ഇട്ട് കാരണം നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. നിങ്ങൾക്ക് അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു ചെറിയൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂണും കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഓരോ കുഴിയിലേക്ക് ഞാൻ ഓരോന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം കൂടി ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ഒരു ഭാഗം ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിപ്പോൾ 2 ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വല്ല പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഴുത്ത പഴങ്ങളൊന്നും കളയണ്ട. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.